ബ്രിട്ടീഷ് രാജാവിന്റെ ഉത്തരവാണ്. ഏതൊരു വ്യക്തി ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ വന്ന് കയറിയാൽ അവരുടെ വക സ്ഥലത്ത് കാലുകുത്തിയാൽ അപ്പോൾ അവൻ സ്വതന്ത്രനാണ്. അവൻ ഒന്നും ചെയ്യണ്ട, ഒരു മറുവിലയും കൊടുക്കണ്ട, അപ്പോൾ അവൻ സ്വതന്ത്രനാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇത് വിശ്വസിച്ചാൽ നീ ഇപ്പോൾ ഇംഗ്ലീഷ് പൗരനാണ്, സ്വതന്ത്രനാണ്. അവൻ പിന്നെ സംശയിച്ചു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എനിക്ക് വലിയ വില കൊടുത്ത് മേടിച്ചതാണ്, അതുകൊണ്ട് അല്ല, നീ ഒന്നും ചെയ്യണ്ട, രാജാവിന്റെ കൽപ്പന, നീ അത് വിശ്വസിച്ചാൽ നീ ഇപ്പോൾ ഇംഗ്ലീഷ് പൗരനാണ്, നീ സ്വതന്ത്രനാണ്. അപ്പൊ അവന്റെ മുഖം തെളിഞ്ഞു. അങ്ങനെയോ? അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് രാജാവിന്റെ കൽപ്പന ഞാൻ സ്വീകരിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഞാൻ ബ്രിട്ടീഷ് പൗരനാണ്, ഇനി ഞാൻ പോകേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു. 2-3 മിനിറ്റ് കൂടെ അവിടെയൊക്കെ കുറച്ച് നടന്നു, രാജ്ഞിയെ എല്ലാം കാണിച്ചു. രാജ്ഞി പോകാൻ തുടങ്ങുമ്പോൾ അലക്സ് വരിക എന്ന് പറഞ്ഞു. അവൻ മുമ്പിൽ ഇറങ്ങണം, രാജ്ഞി പിന്നാലെ പോകണം. പക്ഷേ അവൻ പറഞ്ഞു, രാജ്ഞി വളരെ നന്ദി പറയുന്നു, എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ബ്രിട്ടീഷ് പൗരനായി കഴിഞ്ഞു, ഇനി ഞാൻ ഫ്രഞ്ചുകാരുടെയോ ലോകത്തിൽ ആരുടെയും അടിമയല്ല. ആ ബ്രിട്ടീഷ് രാജാവിന്റെ വിജ്ഞാപനം ഞാൻ അംഗീകരിച്ചു, വിശ്വസിച്ചു, അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ബ്രിട്ടീഷ് പൗരനായി. രാജ്ഞി ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഫ്രഞ്ചിലെ രാജ്ഞിയാണ്, ഫ്രാൻസിലെ രാജ്ഞിയാണ്, വേഗം അവൻ ഇറങ്ങി വരാൻ പറയണമെന്ന് പറഞ്ഞു. ആ ക്യാപ്റ്റൻ വന്ന് അവന്റെ കയ്യിലിരിക്കുന്ന കടലാസ് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണെന്ന് നോക്കുക. ഒരു ബ്രിട്ടീഷ് കപ്പലിൽ ഒരുവൻ വന്നിട്ട് അവൻ ഞാൻ സ്വതന്ത്രനാണെന്ന് അവകാശപ്പെട്ടാൽ അവനെ തിരിച്ചുവിടുവാൻ ആർക്കും അവകാശമില്ല, ലോകത്തിലെ ഒരു രാജ്യത്തിനും അവകാശമില്ല. അവന്റെ പൗരത്വം സംരക്ഷിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റുള്ള കാലത്തോളം അവന് വേണ്ടി ഞങ്ങൾ പോരാടും, അവൻ പോരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ ലജ്ജയോടെ പോയി, രാജ്ഞി ലജ്ജയോടെ പോയി. പക്ഷെ ഞാനിത് പറഞ്ഞത് ഒന്നും ചെയ്തില്ല, ഒന്ന് വിശ്വസിച്ചു. ബ്രിട്ടീഷ് രാജാവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഒന്ന് വിശ്വസിച്ചു, ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ ബ്രിട്ടീഷ് പൗരത്വം കിട്ടി. എന്റെ പ്രിയരെ, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും ദൈവവചനത്തെ കൈക്കൊള്ളുകയും ചെയ്യുമെങ്കിൽ, കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമെങ്കിൽ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വം, ദൈവപുത്രത്വം, ദൈവമക്കൾ എന്നുള്ള പദവി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ആഗോള മനുഷ്യവർഗത്തോട് പറയുകയാണ്, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക, അല്ലെങ്കിലോ ന്യായവിധി, എന്നേക്കുമുള്ള ന്യായവിധി, ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്ത ഏവനും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ആ തീപ്പൊയ്കയിലെ അനുഭവം രണ്ടാമത്തെ മരണം. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നി, അതൊരു നാളും അവസാനിക്കാത്ത നിത്യമായ ദണ്ഡനം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ നമ്മുടെ മരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവരായി തീരുവാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ചിലർ വിചാരിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ എന്ന് പറഞ്ഞാൽ ദൈവത്വം വിട്ടേച്ചു പോകുന്നെന്നാണ്. അല്ല പ്രിയരെ, അവന്റെ ദൈവത്വം വിട്ടിട്ടല്ല, പിതാവിന്റെ ഒപ്പം ഇരുന്ന് ദൂതന്മാരുടെ ആരാധന അനുഭവിച്ചുകൊണ്ട് പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന ആ ഇരിപ്പ് വിട്ടുകൊണ്ട് മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു ദൈവപുത്രം വിട്ടുകളഞ്ഞില്ല. അവിടെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവരൂപത്തിലായിരിക്കെ തന്നെ. ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തിലായിരിക്കെ തന്നെ. രാമൻ നായർ കോട്ടയത്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ്. അതേസമയത്ത് അദ്ദേഹത്തെ
കുറെ നാളെ കോട്ടയത്തെ തഹസീൽദാർ അവധിയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തെ 2 മാസത്തേക്ക് തഹസീൽദാരുടെ ആയി നിയമിച്ചു. എന്താണ്? ആ സമയത്ത് അദ്ദേഹം തഹസീൽദാരായിരിക്കുമ്പോൾ കോട്ടയത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കെ തന്നെ അദ്ദേഹം കോട്ടയം താലൂക്ക് തഹസീൽദാരുടെയായി. ആ മജിസ്ട്രേറ്റ് സ്ഥാനം ഉപേക്ഷിച്ചിട്ടല്ല, 2 പദവിയും അദ്ദേഹത്തിനുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മരണത്തോളം, കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവന്റെ നാമം, അവൻ ദൈവത്തോട് സമത്വമുള്ളവനാണ്. തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതാണ്. പ്രസലികാരും മറ്റും പറയും, തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയെന്ന് വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും അത് യഹൂദന്മാർ വിചാരിച്ചതാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കണം. അവിടെ പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തു അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. ഇത് യഹൂദന്മാർ പറയുന്നതല്ല, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതാണ്. തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. അവൻ സത്യദൈവമാണ്, നിത്യജീവമാണ്, മഹാദൈവമാണ്, കർത്താധികർത്താവാണ്, രാജാധിരാജാവാണ്. അവനാണ് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശന്മേൽ മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടി. ആരെ അവരെ കൈക്കൊള്ളും, ആരവനെ അംഗീകരിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ കൈക്കൊള്ളുക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, തൽക്ഷണം രക്ഷിക്കപ്പെടും. കർത്താവേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആര് കർത്താവിനെ കൈക്കൊള്ളുമോ ആ നിമിഷത്തിൽ കർത്താവ് അവരെ കൈക്കൊള്ളും. ആ വിശ്വാസി മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും. കർത്താവ് പറഞ്ഞ വാക്കതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താണ് പറഞ്ഞത്? ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ജീവകാലത്ത് കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, ജീവിച്ചിരുന്ന് അവനെ കൈക്കൊള്ളുന്ന ആരും ഒരിക്കലും മരിക്കയില്ല. ശരീരം ഇവിടെയുണ്ട്, ശരീരം ഇവിടെ കിടക്കും, ബന്ധുക്കൾ കല്ലറയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ശരീരം വിട്ട് ആത്മാവ് കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആബ്സെന്റ് ഫ്രം ദ ബോഡി, പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഈ ശരീരത്തിൽ നിന്ന് എപ്പോൾ മാറുമോ അപ്പോൾ തന്നെ ആത്മാവ് കർത്താവിന്റെ അടുക്കൽ. അതാണ് ദൈവജനത്തിന്റെ പദവി, രക്ഷിക്കപ്പെടുന്നവരുടെ പദവി, കർത്താവിനെ കൈക്കൊള്ളുന്ന വിശുദ്ധന്മാരുടെ പദവി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വരെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവരും കർത്താവിനെ കൈക്കൊള്ളാത്തവരുമായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിനെ കൈക്കൊള്ളുക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് ദൈവനെ മരിച്ചുണ്ടെങ്കിൽ ഉയർപ്പിച്ചു എന്ന് സമ്മതിച്ച് കർത്താവേ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയുക. ഒരു മനുഷ്യരോട് നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനോട് പറയുക. അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ടവരെ, അവനെ കൈക്കൊണ്ടവർ തൽക്ഷണം ദൈവമക്കളായി തീരും. അവർ നിത്യജീവന്റെ അവകാശികളായി തീരും. എന്റെ പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ, അങ്ങനെ കർത്താവിനെ കൈക്കൊള്ളുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ദൈവവചനത്തിൽ പറഞ്ഞ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ വിടുകയാണ്. യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തെക്കുറിച്ച് എന്റെ പ്രിയ സഹോദരൻ പറഞ്ഞല്ലോ. അവിടെ ഒരു ചോദ്യമുണ്ട്. യെശയ്യാ 5 അവിടെ പറയുകയാണ്, ഇസ്രായേലേ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യേണ്ടു? ജനമേ, ലോകമേ, കുമ്പനാട് ദേശമേ, ദൈവത്തിനായ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യേണ്ടു? എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. ഹോശേയ പ്രവാചകൻ 6-ാം അധ്യായത്തിലൊരു വാചകമുണ്ട്, എഫ്രൈമേ, ഞാൻ നിനക്കെന്ത് ചെയ്യേണ്ടു?
യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ, രാവിലത്തെ മഞ്ഞ് പോലെ ഇല്ലാതെ പോകുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? എഫ്രൈമേ, ഞാൻ നിനക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. യഹൂദയെ, ഞാൻ നിനക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുകുട്ടികളെ, ദേശവാസികളെ, ദൈവപുത്രൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടു? കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, ഞാൻ അംഗീകരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്ന് കർത്താവിനെ കൈക്കൊള്ളുക. കർത്താവിനെ ഈ വാർദ്ധക്യകാലത്ത് നിങ്ങളോടുകൂടെ വന്ന് പിന്നെയും സാക്ഷിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് വചനം കേട്ട ഒരറ്റപ്പോ ആളുപോലും രക്ഷിക്കപ്പെടാതെ നശിക്കരുത്. അതാണ് താല്പര്യം. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു രക്ഷിതാവ്, അവൻ മടങ്ങി വരുവാൻ പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി അവന്റെ അടുക്കലേക്ക് ചേർത്ത് എന്നുമെന്നാളും തന്റെ ജനത്തോടുകൂടെ കർത്താവായിരിക്കും. അതാണ് കർത്താവിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് കർത്താവ് വരുന്നത്. രക്ഷിക്കപ്പെടാത്തവരൊരുങ്ങുക, അല്ല കർത്താവിനെ കൈക്കൊള്ളാത്തവർ എന്നുമെന്നേക്കുമുള്ള നാശത്തിലേക്ക്, നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതാണ് നിങ്ങൾ കൊതിക്കുന്നത്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, രക്ഷിക്കപ്പെടുക. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.